Hi, hello, my dear students. Geography chapter 1, part 2 video. Okay, first part 2 class ആണ് ഇന്ന് നടക്കുന്നത്. പാർട്ട് 1 ക്ലാസ് ടീച്ചർ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തു. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 വീഡിയോയുടെ വ്യൂ കണ്ടതിന് ശേഷമേ നിങ്ങൾ പാർട്ട് 2 വീഡിയോയിലേക്ക് വരിക. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് കണ്ടത്? നമ്മുടെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻ, അതിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആൻഡ് ദ ഫസ്റ്റ് വൺ, ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ. ഓക്കെ, നോർത്തേൺ മൗണ്ടൻ റീജിയനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയായിരുന്നു ആ ക്ലാസിഫിക്കേഷൻ? ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഹിമാലയ മൗണ്ടൻ്റെ ഒറിജിനെ സംബന്ധിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. ഒറിജിൻ ഓഫ് ഹിമാലയ. ഹിമാലയ മൗണ്ടൻ ഒറിജിൻ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു തിയറി പഠിക്കണം, പ്ലേറ്റ് ടെക്ടോണിക് തിയറി. പ്ലേറ്റ് ടെക്ടോണിക് തിയറി ഈസ് പുട്ട് ഫോർവേഡ് ബൈ ആൽഫ്രഡ് വെഗ്നർ. ഓക്കെ, അക്കോർഡിംഗ് ടു ആൽഫ്രഡ് വെഗ്നർ, the interior of the earth is divided into lithosphere, asthenosphere and core. Okay, and in this theory he explained the lithospheric plates, they are moving. Okay, what is this lithospheric plates? What is this lithosphere? Lithosphere അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു പിക്ചറിലേക്ക് വരാം. ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. ഇവിടെ നിങ്ങൾക്ക് ക്രസ്റ്റ് കാണാം, അപ്പർ മാൻഡിൽ കാണാം, ലോവർ മാൻഡിൽ കാണാം, ദെൻ ഔട്ടർ കോറും ഇന്നർ കോറും കാണാം. ദിസ് ഈസ് ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്, ദ ലെയേഴ്സ് ഓഫ് എർത്ത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദിസ് ലിത്തോസ്ഫിയർ? ഇവിടെ ലിത്തോസ്ഫിയർ എന്ന് എഴുതിയിട്ടില്ലല്ലോ. ലിത്തോസ്ഫിയർ മീൻസ് ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിൽ. ക്രസ്റ്റും അപ്പർ മാൻഡിലൂടെ ചേർന്ന ഭാഗത്തെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുക. ഓക്കെ, below the upper mantle there is lower mantle. This lower mantle is called asthenosphere. Okay, ലിത്തോസ്ഫിയറേയും അപ്പർ മാൻഡിലിനെയും കൂടെയും എന്തുകൊണ്ടാണ് ആൽഫ്രഡ് വെഗ്നർ ഒന്നിച്ച് ചേർത്ത് പറയുന്നത്? അത് രണ്ടും സോളിഡാണ്. ഓക്കെ, അതായത് ക്രസ്റ്റും അപ്പർ മാൻഡിലും ഖരരൂപത്തിലായതുകൊണ്ട്, സോളിഡ് ഫോമിലായതുകൊണ്ട് അതിനെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയർ ആണ് ഭൂമിയുടെ പുറന്തോട്. ഓക്കെ, അത് അടിയിലുള്ള ലോവർ മാൻഡിൽ ഇറ്റ് ഈസ് ഇൻ എ മോൾട്ടൻ ഫോം. വൈ? ബിക്കോസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്, ദിസ് ലോവർ മാൻഡിൽ ഈസ് സീൻ ഇൻ എ സെമി പ്ലാസ്റ്റിക് ഓർ ഇൻ എ എന്താണ് ഒരു കൊഴുത്ത രൂപത്തിൽ കാണപ്പെടുന്നു, ഒരു സെമി പ്ലാസ്റ്റിക് രൂപത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, ഈ ഭാഗത്തിന് കൊടുക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി, ദിസ് ലിത്തോസ്ഫിയർ ഈസ് ഇൻ എ ബ്രോക്കൺ ഫോം. ദറ്റ് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം, ലിത്തോസ്ഫിയർ ഈസ് ലൈക്ക് എ എഗ് ഷെൽ ആൻഡ് അസ്യൂം ദിസ് എഗ് ഷെൽ ഈസ് ഇൻ എ ബ്രോക്കൺ ഫോം. അതായത് നമ്മൾ ഒരു എഗ്ഗിൻ്റെ ഷെല്ലിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ, ഒന്ന് ക്രഷ് ചെയ്യാൻ നോക്കിയാൽ അത് പല പീസസ് ആയിട്ട് ബ്രേക്ക് ആവും. ഇതേ രൂപത്തിലാണ് നമ്മുടെ ലിത്തോസ്ഫിയർ ഇരിക്കുന്നത്. അതാണ് ആൽഫ്രഡ് വെഗ്നറുടെ തിയറിയുടെ ഫസ്റ്റ് അസംപ്ഷൻ. ദിസ് ലിത്തോസ്ഫിയർ ഈസ് ലൈക്ക് എ ബ്രോക്കൺ ഫോം ആൻഡ് ഈച്ച് വൺ പീസ് ഈസ് കോൾഡ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളും കാണാം. ആഫ്രിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, ദെൻ അന്റാർട്ടിക് പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, ഫിലിപ്പീൻസ് പ്ലേറ്റ്, എക്സെട്ര എക്സെട്ര. ദർ ആർ ഡിഫറെൻറ്റ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ്. ഓക്കെ, ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ഇങ്ങനെ ബ്രേക്ക് ആയിട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ചുവന്ന വരയിൽ നമ്മൾ കാണുന്നത്? ഇറ്റ് ഈസ് ദ ബൗണ്ടറി ഓഫ് ഈച്ച് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്. ദിസ് ബൗണ്ടറി ഈസ് കോൾഡ് മാർജിൻ, പ്ലേറ്റ് മാർജിൻ. ഓക്കെ, ഈ ബൗണ്ടറിക്ക് നമുക്കൊരു പേര് കൊടുക്കാം, പ്ലേറ്റ് മാർജിൻ. അപ്പോൾ അക്കോർഡിംഗ് ടു പ്ലേറ്റ് ടെക്ടോണിക് തിയറി, this lithospheric plates, they are moving.
ദേ ആർ മൂവിങ്, വെരി സ്ലോ മൂവ്മെൻറ്റ്. ഇപ്പോൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നെന്ന് പ്ലേറ്റ് ടെക്ടോണിക് തിയറി പറയുന്നു. സോ interior of the earth is divided into three: lithosphere, asthenosphere and core. Lithosphere include crust and upper mantle. Okay, lithosphere is in a solid form. Asthenosphere is the zone beneath the lithosphere. Beneath means below. In asthenosphere, rocks are molten and are in a semi-plastic state due to high temperature. Okay, the tectonic plates move away very slowly above the asthenosphere. അപ്പോൾ ഒരു തടാകത്തിന് മുകളിൽ തടി പൊങ്ങിക്കിടക്കുന്നത് പോലെ അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ള ഭാഗത്ത് ലിത്തോസ്ഫിയർ, സോളിഡായിട്ടുള്ള ലിത്തോസ്ഫിയർ, അത് പല കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പിളർന്നിരിക്കുന്ന ഈ ലിത്തോസ്ഫിയർ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. അതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയുടെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗത്ത് എന്താണ് പറയുന്നത്? ദിസ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് മൂവ് വെരി സ്ലോലി. ദറ്റ് ഈസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് പ്ലേറ്റ് ടെക്ടോണിക് തിയറി. അപ്പോൾ ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറി അനുസരിച്ച് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ മൂവ്മെൻ്റാണ് ഹിമാലയം ഉണ്ടാകാനുള്ള കാരണം. സോ ദിസ് മൂവ്മെൻറ്റ് ഓഫ് ടു ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്, ദാറ്റ് മീൻസ് ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് ആഫ്രിക്കൻ പ്ലേറ്റ്. ഇന്ത്യ ഉൾപ്പെടുന്ന, നിങ്ങൾക്കിവിടെ കാണാം ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗം. സോ ദിസ് ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് ആഫ്രിക്കൻ പ്ലേറ്റ്, they are moving. So this movement is the reason for the origin of Himalaya. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയാൻ കാരണം. ഹിമാലയത്തിൻ്റെ ഒറിജിനെ എന്തിനാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുടെ ഈ മൂവ്മെൻറ്റിനെ പറ്റി ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്? പ്ലേറ്റ് ടെക്ടോണിക് തിയറി എന്തിനാണ് പഠിക്കുന്നത്? പ്ലേറ്റ് ടെക്ടോണിക് തിയറി അനുസരിച്ച് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നു. ഈ മൂവ്മെൻറ്റ് എന്തിലേക്ക് കൊണ്ടുപോകുന്നു? രണ്ട് പ്ലേറ്റുകൾ മൂവ് ചെയ്യാനും അവിടെ ഒരു മൗണ്ടൻ ഉണ്ടാകാനും ഇടയായി. ആ മൗണ്ടൻ്റെ പേരാണ് നമ്മുടെ ഹിമാലയ. ഓക്കെ, 3 ടൈപ്സ് ഓഫ് പ്ലേറ്റ് മാർജിൻസ്. പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് 3 ടൈപ്പാണ്: കൺവേർജൻറ്റ് മാർജിൻ, ഡൈവേർജൻറ്റ് മാർജിൻ ആൻഡ് ട്രാൻസ്ഫോം മാർജിൻ. ഇപ്പോൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കുക. ഡൈവേർജൻറ്റ് മാർജിൻ മൂവ് എവേ, 2 പ്ലേറ്റ്സ് മൂവ് എവേ. നിങ്ങൾ ആ പിക്ചറിലേക്ക് നോക്കുക. ഡൈവേർജൻറ്റ് മാർജിൻ 2 പ്ലേറ്റുകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ പ്ലേറ്റുകളുടെ ആരോ ശ്രദ്ധിക്കുക, മൂവ് എവേ, അകന്നു പോകുന്നു. ദാറ്റ് ഈസ് ഡൈവേർജൻറ്റ് മാർജിൻ. ദെൻ വാട്ട് ഈസ് ദിസ് കൺവേർജൻറ്റ് മാർജിൻ? 2 പ്ലേറ്റ്സ് ദേ മൂവ് ടുഗെദർ, അടുത്തോട്ട് വരുന്നു. ഓക്കെ, ദേ മൂവ് ടുഗെദർ. ഇനി മൂന്നാമത്തെ പിക്ചറിലേക്ക് നോക്കുക. ദെയർ യു ക്യാൻ സീ 2 പ്ലേറ്റ്സ്, ദേ ആർ സ്ലൈഡ് എവേ, അത് സ്ലൈഡ് ചെയ്തു പോകുന്നു. So there are 3 types according to plate tectonic theory. Plate margins are 3 types: divergent, convergent and transform. This Himalaya is originated in a convergent margin. ഹിമാലയം ഉണ്ടായിരിക്കുന്നത് ഒരു കൺവേർജൻറ്റ് മാർജിനിലാണ്. 2 പ്ലേറ്റുകൾ അടുത്ത് വരുന്നു. ഓക്കെ, അങ്ങനെ അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രണ്ടും സെയിം ഡെൻസിറ്റി ഉള്ള 2 പ്ലേറ്റുകളാണെങ്കിൽ ആ പ്ലേറ്റുകളുടെ ഇടയിലുള്ള റോക്സിന് എന്ത് സംഭവിക്കുന്നു? ആ റോക്ക് ഞെരിഞ്ഞ് അല്ലേ, അത് കംപ്രസ്ഡായി അത് ലിഫ്റ്റ് അപ്വാർഡ്, മുകളിലേക്ക് പൊങ്ങുന്നു. 2 സ്ഥലം, പിന്നെ അതിന് പോകാൻ സ്ഥലമില്ല, താഴോട്ട് പോകത്തില്ല. അത് രണ്ടും സെയിം ഡെൻസിറ്റിയാണ്. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കുള്ള റോക്കിനെ വീണ്ടും ഇത് അടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും അത് ഞെരിങ്ങി അത് കംപ്രസ്ഡായി അപ്ലിഫ്റ്റ് ചെയ്യുന്നു, മുകളിലേക്ക് വരുന്നു. അതാണ് അങ്ങനെ ഉയർന്നു വന്ന് രൂപം കൊണ്ട മൗണ്ടനാണ് ഹിമാലയ. ഓക്കെ, സോ ഹിമാലയ, ഹൗ ഡിഡ് ഫോൾഡ് മൗണ്ടൻസ് ആർ ഫോംഡ്? റോക്ക് ലെയേഴ്സ് along the convergent boundary get folded due to the compression of the lithospheric plates along the convergent boundary. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കൺവേർജൻ്റ്, അടുത്ത് വരുന്ന ബൗണ്ടറികളിലുള്ള ഒരു പ്ലേറ്റ് മാർജിനിൽ റോക്ക് ലെയേഴ്സ് കംപ്രസ്ഡായി അത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അവിടെ കംപ്രസ്ഡ് ആവുകയും അങ്ങനെ ഫോം ചെയ്യുന്ന മൗണ്ടനാണ് ഫോൾഡ് മൗണ്ടൻ. മറ്റൊരു എക്സാമ്പിളാണ് ആൽപ്സ്. ഇറ്റ് ഈസ് ഓൾസോ അനദർ fold mountain. This led to the formation of fold mountain. So this compression of lithospheric plates in the plate margin, that means convergent margin, is the reason for the formation of fold mountains. Okay, so Himalaya is a fold mountain and it is formed along the convergent margin of 2 plates, which are the plates Indian plate and Eurasian plate.
The Indian plate came close to the Eurasian plate. Indian plate came close to the Eurasian plate. Then Tite sea bed started uplifting. എന്താണ് സീ ബെഡ്? സീയുടെ ഏറ്റവും വെള്ളമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും അടിയിൽ ചെല്ലുന്ന അടിത്തട്ടിന് പറയുന്ന പേരാണ് സീ ബെഡ്. അപ്പോൾ തിതെ എന്ന് പറയുന്ന ഒരു സീ ബെഡ് ആയിരുന്നു ലോങ് ഇയേഴ്സ് എഗോ. പഴയ കാലത്ത് ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറിയൊക്കെ പറയുന്ന ഇപ്പോഴത്തെ കാലമല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിതെ എന്ന് പറയുന്ന ഒരു സീ ആയിരുന്നു. പിന്നീടാണ് ഈ പ്ലേറ്റ് മൂവ്മെൻറ്റ് കൊണ്ടാണ് തിതെ എന്ന് പറയുന്ന സീ ഡിവൈഡ് ആവുകയും നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലുള്ള പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ ഓഷ്യൻ ഒക്കെ ആയിട്ട് മാറുകയും ചെയ്തതെന്നാണ് നമ്മുടെ ടെക്ടോണിക് തിയറി പറയുക. അപ്പോൾ തിതെ സീ ബെഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്നു. ഏത് രണ്ട് പ്ലേറ്റുകളാണ് കൺവേർജ് ചെയ്യുന്നത്? ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂടി കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ തിതെ എന്ന് പറയുന്ന ആ ഒരു ഓൾഡ് സീ ബെഡ് സ്റ്റാർട്ടഡ് അപ്ലിഫ്റ്റിംഗ്. ദിസ് ഈസ് ഹൗ ഹിമാലയ വെയർ ഫോംഡ്. അങ്ങനെയാണ് ഹിമാലയം രൂപപ്പെട്ടത്. ഹിമാലയം ഇന്നും വളരുന്നുണ്ട്. ഹിമാലയം ഒരു വർഷം 1 സെൻറ്റിമീറ്റർ വളരുന്നുണ്ട്. കാരണം എന്താണ്? പ്ലേറ്റ് മാർജിൻസ് ഇപ്പോഴും മൂവ് ചെയ്യുന്നു. സോ സ്റ്റിൽ ഓൾസോ ദിസ് പ്ലേറ്റ്, ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ്. അത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും ഇപ്പോഴും കൺവേർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ വർഷവും ഹിമാലയം ഒരു ആവറേജ് 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൂടുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കുക. ഇന്ത്യൻ പ്ലേറ്റ്, യൂറേഷ്യൻ പ്ലേറ്റ്, അത് രണ്ടും കൂടി അടുത്ത് വരുമ്പോൾ തിതെ സീ ബെഡ് അപ്ലിഫ്റ്റ് ചെയ്യുക. അതാണ് ഹിമാലയത്തിൻ്റെ ഫോർമേഷൻ. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. 2 പ്ലേറ്റുകൾ നിങ്ങൾക്ക് കാണാം, അത് കൺവേർജ് ചെയ്തു വരുന്നു. അപ്പോൾ ഇടയ്ക്കുള്ള റോക്സ് അപ്ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹിമാലയം രൂപപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ തന്നിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഹിമാലയത്തിൻ്റെ ചില റീജിയണൽ ഡിവിഷൻസിലേക്ക് പോകാം. ഹിമാലയത്തെ നമുക്ക് 3 റീജിയണൽ ഡിവിഷൻസ് ആയിട്ട് തിരിക്കാം. വെസ്റ്റ്, സെൻട്രൽ, ഈസ്റ്റ്. അപ്പോൾ നമുക്കതൊന്ന് കാണണ്ടേ? ഇതാണ് വെസ്റ്റ്. ഏത് കളറിലാണ് കാണുക? ഗ്രീൻ കളർ. സെൻട്രൽ യെല്ലോ കളർ. ആൻഡ് ദിസ് ഈസ്റ്റേൺ പോർഷൻ ഇറ്റ്സ് എന്ത് കളറാണത്? ആഷ് അല്ലേ? ആഷ് കളറിൽ കാണുന്നു. അപ്പോൾ വെസ്റ്റ്, സെൻട്രൽ, ഈസ്റ്റ്. സോ ഹിമാലയ ഇറ്റ്സ് റീജിയണൽ ഡിവിഷൻ ആർ വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ ആൻഡ് ഈസ്റ്റേൺ ഹിമാലയ. ഒന്നുകൂടി കാണുക. ഗ്രീൻ കളർ വെസ്റ്റ്, യെല്ലോ കളർ സെൻട്രൽ ആൻഡ് ദിസ് ആഷ് കളർ ഇറ്റ് ഈസ് ദ ഈസ്റ്റേൺ ഹിമാലയ. ഇനിയും ഇതിൻ്റെ ഇതിനെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് നദികളെ ബേസ് ചെയ്ത, അതായത് റിവേഴ്സിനെ ബേസ് ചെയ്ത. നമുക്കറിയാം, നമ്മൾ ഈ വാർഡ് തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, പഞ്ചായത്തുകൾ വാർഡ് തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഏതെങ്കിലും റോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും നദി അല്ലെങ്കിൽ ഏതെങ്കിലും തോടൊക്കെയാണ് ഓരോ വാർഡിൻ്റെയും ബൗണ്ടറി ആയിട്ട് പറയുക. ആ തോടിൻ്റെ അക്കരെ ഇക്കരെയാണ് രണ്ടായിട്ട് തിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വെസ്റ്റ് ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റ് ഹിമാലയ എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് റിവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. വെസ്റ്റ് ഹിമാലയ എന്ന് പറയുന്ന 2 റിവറുകളുടെ ഇടയിലാണ് ഇൻഡസ് ആൻഡ് കാളി. ഓക്കെ, സെൻട്രൽ ഹിമാലയ കാളി ആൻഡ് തീസ്ത. ദെൻ ഈസ്റ്റേൺ ഹിമാലയ തീസ്ത ആൻഡ് ബ്രഹ്മപുത്ര. അപ്പോൾ ഏറ്റവും ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തുള്ള ഇൻഡസും പിന്നീട് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാളിയും ഇതിനിടയ്ക്കുള്ള സ്ഥലമാണ് വെസ്റ്റ് ഹിമാലയ. ദെൻ കാളി ആൻഡ് തീസ്ത, ഇറ്റ് ഈസ് ദ 2 end points of central Himalaya. Then Teesta and Brahmaputra, the eastern part, is the boundary of eastern Himalaya. അപ്പോൾ നദി വെച്ചാണ് ഇങ്ങനെയുള്ള ഒരു ഡിവിഷൻ നമ്മൾ വരുത്തിയിരിക്കുന്നത്. ഇനി നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യയാണ്. ഈ പൊളിറ്റിക്കൽ മാപ്പ് എന്തിനാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പൊളിറ്റിക്കൽ മാപ്പിൽ നിങ്ങൾക്ക് ഹിമാലയ പ്രദേശങ്ങളെ, നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ കാണാം. നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെസ്റ്റ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട 3 ഇന്ത്യയുടെ സ്റ്റേറ്റുകളാണ്. ജമ്മു ആൻഡ് കാശ്മീർ, ദെൻ ഹിമാചൽ പ്രദേശ്, ദെൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഈ 3 സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഏറ്റവും വെസ്റ്റ് ഭാഗത്തേക്ക് നോക്കുക. ഓക്കെ, ഈ 3 സ്റ്റേറ്റുകളും ചേർന്ന പ്രദേശമാണ് വെസ്റ്റ് ഹിമാലയ. ഓക്കെ, നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് പഠിക്കുക. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്.
നമ്മുടെ പല ജോഗ്രഫി ചാപ്റ്ററുകളും പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് നിങ്ങൾക്ക് ബൈഹാർട്ടായിരിക്കണം. നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി പ്രയോജനം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നോട്ട് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് വരച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ 3 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? വെസ്റ്റ് ഹിമാലയത്തിലെ ജമ്മു ആൻഡ് കാശ്മീർ, അതിനകത്ത് ലഡാക്കും വരും കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീർ, ദെൻ ഹിമാചൽ പ്രദേശ്, ദെൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, ഹിമാലയൻ ക്ലാസിഫിക്കേഷൻ ഇൻ ദ വെസ്റ്റേൺ പാർട്ട്. വെസ്റ്റ് ഭാഗത്തെ എങ്ങനെയാണ് നമ്മൾ 3 ഹിമാലയവും പഠിക്കണം. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെസ്റ്റ് ഹിമാലയമാണ് ഉൾപ്പെടുത്തിയിരിക്കുക. കശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. ആ 3 സ്റ്റേറ്റുകളുടെ നെയിമുമായിട്ട് കണക്റ്റഡ് ആണ് വെസ്റ്റ് ഹിമാലയത്തിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ. ഒന്ന് കശ്മീർ ഹിമാലയ, സെക്കൻഡ് ഹിമാചൽ ഹിമാലയ, ഹിമാചൽ പ്രദേശിൻ്റെ പേരാണല്ലോ ഹിമാചൽ ഹിമാലയ, ദെൻ ഉത്തരാഖണ്ഡ് ഹിമാലയ. കശ്മീർ ഹിമാലയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇറ്റ് എക്സ്റ്റെൻഡ് നിയർലി 3.5 lakh square kilometer in Jammu and Kashmir, Ladakh. Jammu and Kashmir, Ladakh. 700 kilometer long and 500 kilometer wide. Okay. It contains snow-covered peaks, valleys, hill ranges. അവിടെ സ്നോ കവേർഡ് ആയിട്ട് ഏറ്റവും ഹയസ്റ്റ് പ്രദേശങ്ങളാണ് ഈ പറയുന്ന വെസ്റ്റ് ഹിമാലയ. അതുകൊണ്ട് തന്നെ സ്നോ കവേർഡ് പീക്സ് അറിയാമല്ലോ, കൊടുമുടികൾ. വാലീസ് ഉണ്ട്, ഹിൽ റേഞ്ചസ് ഉണ്ട്. ഏതൊക്കെ ഹിൽ റേഞ്ചസ് ആണ് നമ്മളവിടെ കാണുക? വി ആർ ഓൾറെഡി സ്റ്റഡീഡ് കാരക്കോറം, സസ്കർ ആൻഡ് ലഡാക്ക്. തിരിച്ചും പറയാം, കാരക്കോറം, ലഡാക്ക് ആൻഡ് സസ്കർ. ദെൻ പീർ പഞ്ചൽ. ഓക്കെ, മൗണ്ട് K2 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൗണ്ടാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8,611 മീറ്റേഴ്സും ആയിരിക്കും. അത് ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു? ഇതാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പൊക്കം കൂടിയ മൗണ്ടൻസിൽ സെക്കൻഡ് പൊസിഷൻ. ഇത് ഇന്ത്യയുടെ ഭാഗത്താണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പൊക്കം കൂടിയ പീക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതേണ്ട ആൻസറാണ് മൗണ്ട് K2 ഓർ ഗോഡ്വിൻ ആസ്റ്റിൻ. ഓക്കെ, ഇത് കാരക്കോറം റേഞ്ചിലാണ് ഈ മൗണ്ടൻ കാണപ്പെടുക. കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണല്ലോ നമ്മുടെ വെസ്റ്റ് ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളെ. ഓക്കെ, അപ്പോൾ മൗണ്ട് K2 ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ എവറസ്റ്റ് നമുക്കറിയാം, അതാണ് ഫസ്റ്റ് പൊസിഷനുള്ളത്. അത് നേപ്പാളിലായതുകൊണ്ട് ഇന്ത്യയുടെ പൊസിഷനിൽ, ഇന്ത്യയുടെ അതിർത്തിക്ക് വരുന്നത് മൗണ്ട് K2. ദെൻ സിയാച്ചിൻ, ദെൻ ബോൾട്ടറോ എക്സെട്ര ആർ മെയിൻ ഗ്ലേസിയേഴ്സ്. സിയാച്ചിൻ ഗ്ലേസിയറിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്ത് ഏറ്റവും പൊക്കം കൂടിയ ബാറ്റിൽ ഫീൽഡാണ് സിയാച്ചിൻ, അല്ലേ? ഇന്ത്യ പല യുദ്ധങ്ങളും നയിച്ചിട്ടുള്ള നമ്മുടെ ഒരു ഗ്ലേസിയറാണ് സിയാച്ചിൻ. അവിടെ നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ് ഒക്കെ അവിടെ എപ്പോഴും പെട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ലോകത്തിലേക്കും പൊക്കം കൂടിയ ബാറ്റിൽ ഫീൽഡാണ് സിയാച്ചിൻ. അതെവിടെ കാണപ്പെടുന്നു? വെസ്റ്റ് ഹിമാലയത്തിലാണ് കാണപ്പെടുക. മറ്റൊരു ഗ്ലേസിയറാണ് ബോൾട്ടോറോ. ദെൻ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഇൻഡസ് റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറികളുമാണ് കശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുക. രവി, ജലം, ചനാബ്. രവി, ജലം, ചനാബ്. ഓൾ ദീസ് ആർ ദ റിവേഴ്സ് ഇൻ കശ്മീർ ഹിമാലയ. ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറികളുടെ പേര് ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കോണം, രവി, ജലം, ചനാബ്. ബെനിഹാൽ പാസ് ഈസ് ഹിയർ. എന്താണ് ഒരു പാസ്? ഒരു മൗണ്ടനിൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കടക്കാൻ നാച്ചുറലായിട്ടുണ്ടായിരിക്കുന്ന വേ, അല്ലേ, പാസേജാണ് പാസ് എന്ന് പറയുക. ഇവിടെ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പാസ്സാണ് ബെനിഹാൽ പാസ്. ഇവിടെ ഡാൽ ലേക്ക് എന്നുള്ള പേരിൽ ഒരു ഫ്രഷ് വാട്ടർ ലേക്കും കാണപ്പെടുന്നുണ്ട്. കശ്മീരിൻ്റെ ബ്യൂട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഡാൽ ലേക്കാണ്. കാശ്മീരിൽ ചെല്ലുന്ന സഞ്ചാരികൾ ഡാൽ ലേക്കിലൂടെ ഒരു സഞ്ചാരമൊക്കെ നടത്തും. ഡാൽ ലേക്കിലൂടെ നമുക്കറിയാം ഒഴുകുന്ന പൂന്തോട്ടങ്ങൾ, അല്ലേ, അവരിങ്ങനെ ഒഴുകി നടക്കുന്ന പൂന്തോട്ടങ്ങളൊക്കെയുള്ള വളരെ മനോഹരമായ ലേക്കാണ് ഡാൽ ലേക്ക്. അതെവിടെയാണ്? കശ്മീർ. ദെൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് സെൻ്ററാണ് കശ്മീരിൻ്റെ ക്യാപിറ്റൽ ശ്രീനഗർ. അപ്പോൾ ശ്രീനഗർ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സെൻ്ററാണ്. അപ്പോൾ ഇതാണ് കശ്മീർ ഹിമാലയ. ദെൻ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പഠിക്കാനുണ്ട്. എന്താണ് ഒരു മാർഗ്? ഗുൽമാർഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗുൽമാർഗ്, അല്ലേ? നമ്മളെപ്പോഴും വാർത്തയിലൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഗുൽമാർഗ്. അവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഈ മാർഗ് ആൻഡ് മെഡോസ് ആർ ഫോംഡ് അലോങ് ദ മൗണ്ടൻ സ്ലോപ്സ് ഡ്യൂറിങ് സമ്മർ സീസൺ. അതായത് പുൽപ്പുറങ്ങളാണ്. ഓക്കെ, ഇത് സമ്മർ സീസണിൽ ഈ മൗണ്ടൻ സ്ലോപ്പ് മെഡോസ് ഓർ മാർഗ്
ആയിട്ടും രൂപപ്പെടും. എന്നാൽ വിൻ്ററിൽ എന്ത് സംഭവിക്കും? ആസ് ദീസ് മാർക്സ് ഗെറ്റ് കവേർഡ് അണ്ടർ സ്നോ ആയിരിക്കും. മൗണ്ടൻ്റെ സ്ലോപ്പാണ് കേട്ടോ, മൗണ്ടൻ്റെ സ്ലോപ്പാണ്. ഈ സ്ലോപ്പിൽ വിൻ്റർ സീസണിൽ സ്നോ പൊതിയുകയും ദിസ് അട്രാക്ട്സ് ടൂറിസ്റ്റ് ഫോർ വിൻ്റർ ഗെയിംസ്. അവിടെ വിൻ്റർ ഗെയിമുകൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു പ്രധാനപ്പെട്ട വിൻ്റർ ഗെയിമിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട്, സ്കീ അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങളിങ്ങനെ തെന്നിപ്പോകുന്ന കണ്ടിട്ടില്ലേ? അതാണ് സ്കീ. അപ്പം അങ്ങനെയുള്ള ഗെയിംസിനൊക്കെ ഈ മാർഗുകൾ ഉപയോഗിക്കുന്നു. സോൻമാർഗ് ആൻഡ് ഗുൽമാർഗ് ആർ എക്സാമ്പിൾ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കശ്മീർ ഹിമാലയത്തിലെ 2 മാർഗുകളാണ് സോൻമാർഗ് ആൻഡ് ഗുൽമാർഗ്. ഓക്കെ, അപ്പോൾ മാർഗ് എന്താണ്? മാർഗ്സ് ആർ മെഡോസ് and they are formed along the mountain slopes during summer season. In winter season they are covered with the snow, so we use those places for it attracts tourists and the winter games are there, skiing etc. Okay, സോൻമാർഗ് ആൻഡ് ഗുൽമാർഗ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഹിമാലയത്തിലേക്ക് വരാം, ഹിമാചൽ ഹിമാലയ. വെസ്റ്റേൺ ഹിമാലയത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് ഹിമാചൽ ഹിമാലയ. ഇതിൻ്റെ മേജർ പോർഷനും ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ ഹിമാലയ ഇറ്റ് ഈസ് ദ ഷെയർ ഓഫ് ദ മേജർ ഷെയർ ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. ജനാബ്, രവി ആൻഡ് ബിയാസ് ആർ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ്. ഇൻഡസ് റിവറിൻ്റെ ട്രിബ്യൂട്ടറികളായ ജനാബും രവിയും ബിയാസും ഒക്കെ ഇതുവഴി ഒഴുകുന്നുണ്ട്. ദൗലധാർ ആൻഡ് പീർപാഞ്ചൽ ആർ ദ മൗണ്ടൻ റേഞ്ചസ്. ദൗലധാർ, പീർപാഞ്ചൽ എന്നൊക്കെ പറയുന്ന മൗണ്ടൻ റേഞ്ചസും ഈ ഹിമാലയത്തിൽ കാണപ്പെടുന്നു. ഫ്രഷ് വാട്ടർ ലേക്കുകൾ ഇവിടെയുമുണ്ട്. ചന്ദ്രലാൽ ആൻഡ് സുരജ്ലാൽ, ചന്ദ്രലാൽ എന്നു പേരുള്ള 2 ഫ്രഷ് വാട്ടർ ലേക്കുകൾ ഇവിടെ കാണപ്പെടുന്നു. ബരാലാച്ച ലാ പാസ് ആൻഡ് രോഹ്താങ് പാസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാസസ്. ഹിമാചൽ ഹിമാലയത്തിലും 2 പാസുകളുണ്ട്, അതായത് മൗണ്ടൻ അപ്പുറം ഇപ്പുറം കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ബരാലാച്ച ലാ പാസും ലോക്താങ് പാസും. ഇനി കുളു, കരംഗ, ലാഹുൽ അങ്ങനെ ഉള്ള വാലീസ് ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഹിമാലയത്തിൽ ധാരാളം വാലീസ് കാണപ്പെടുന്നത്? ഹിമാലയത്തിലെ 3 പ്രധാനപ്പെട്ട റിവേഴ്സായ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രയും അതിൻ്റെ ട്രിബ്യൂട്ടറികളും അതിൻ്റെ പോഷക നദികളും കൂടിച്ചേർന്ന് ധാരാളം ഇറോഷനിലൂടെ ധാരാളം വി ഷേപ്പ്, യു ഷേപ്പ് വാലികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഒരു മൗണ്ടൻ ഏരിയയിലെ പ്രധാനപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് വാലീസ്. അപ്പോൾ ഈ ഹിമാലയത്തിൽ കാണപ്പെടുന്ന വാലീസാണ് കുളു, കാംഗ്ര, ലാഹുൽ. ഓക്കെ, ദീസ് 3 ടൂറിസ്റ്റ് സെൻറ്റേഴ്സ്. പിന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന 2 സ്ഥലങ്ങളുണ്ട് ഹിമാചൽ ഹിമാലയത്തിൽ, ഷിംല ആൻഡ് മണാലി. നമുക്കറിയാം, അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന 2 ടൂറിസ്റ്റ് സെൻറ്റേഴ്സാണ് ഷിംലയും മണാലിയും. അതെവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തോണം, അത് വെസ്റ്റ് ഹിമാലയത്തിലാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ കാണപ്പെടുന്ന ഹിമാചൽ ഹിമാലയത്തിലാണ്. ഓക്കെ, അപ്പം 1 വേർഡായിട്ടും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ഒക്കെ ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഇത് പല പ്രാവശ്യം വായിച്ച് ഈ ക്വസ്റ്റ്യൻസ് 1 വേർഡൊക്കെ എഴുതി നിങ്ങൾ നോട്ട്ബുക്കിൽ സൂക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ ഡിവിഷനിലേക്ക് വരാം, ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇതിൻ്റെ മേജർ പോർഷനും എവിടെയായിരിക്കും? ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിലാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മേഘസ്ഫോടനം നടന്ന് വലിയ ഫ്ലഡൊക്കെ ഉണ്ടായ ഒരു സ്ഥലം നിങ്ങൾ ടി വിയിൽ വാർത്തയിലൊക്കെ കാണുന്നുണ്ട്. അതാണ് ഉത്തരാഖണ്ഡ്. അത് വെസ്റ്റ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഈ ഉത്തരാഖണ്ഡിൻ്റെ മറ്റ് എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡ് ഹിമാലയ എക്സ്റ്റെൻഡ് ഫ്രം സത്ലുജ് റിവർ ആൻഡ് കാളി റിവർ. സത്ലുജ് റിവറും കാളി റിവറുമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ 2 ബൗണ്ടറി. നമുക്കറിയാമല്ലോ, ഈ നമ്മുടെ വെസ്റ്റ് ഹിമാലയം കാളി റിവർ കൊണ്ട് എൻഡാകുക. പിന്നെ കാളി തീസ്ത എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഹിമാലയമാണ്. അപ്പോൾ കാളി വരെയാണ് നമ്മുടെ വെസ്റ്റ് ഹിമാലയം. അതുകൊണ്ട് ഉത്തരാഖണ്ഡ് കാളി കൊണ്ട് അവസാനിക്കുന്നു. ഓക്കെ, വെസ്റ്റേൺ സൈഡ് ഈസ് നോൺ ആസ് ഗഡ്വാൾ ഹിമാലയ ആൻഡ് ഈസ്റ്റേൺ സൈഡ് ഈസ് നോൺ ആസ് കുമാൻ ഹിമാലയ. അപ്പോൾ ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ വെസ്റ്റ് ഭാഗത്തെ ഗഡ്വാൾ ഹിമാലയമെന്നും അതിൻ്റെ ഈസ്റ്റ് ഭാഗത്തെ കുമയോൺ ഹിമാലയമെന്നും പറയുന്നു. ഹൈ പീക്സ് ഇവിടെയുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും അഭിമാനം പകരുന്ന നമ്മുടെ പിൽഗ്രിം സെൻറ്റേഴ്സാണ് ബദരീനാഥ് ആൻഡ് കേദാർനാഥ്. ബദരീനാഥ്, കേദാർനാഥ്, നന്ദാദേവി, കാമറ്റ് തുടങ്ങിയ എല്ലാ പിൽഗ്രിം സെൻറ്റേഴ്സും, നമ്മുടെ അഭിമാനമായ പിൽഗ്രിം സെൻറ്റേഴ്സും ഹൈ പീക്സും
ഇവിടെ കാണപ്പെടുന്നു, ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്നു. അപ്പോൾ ഉത്തരാഖണ്ഡിലെ രണ്ട് പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ബദരീനാഥ് ആൻഡ് കേദാർനാഥ്. ഇത് നമുക്കറിയാം, ഈ മേഘസ്ഫോടനം ഉണ്ടായപ്പോൾ ബദരീനാഥ് കേദാർനാഥ് ഒക്കെ പോയ കുറച്ച് ടൂറിസ്റ്റുകൾ മലയാളികൾ അവിടെ കുടുങ്ങിപ്പോവുകയും അവരെ എയർലിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബദരീനാഥ് കേദാർനാഥ്, ടീച്ചർ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ. ഇത് ഏത് സ്റ്റേറ്റിലാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ. ദ ഗംഗോത്രി ആൻഡ് യമുനോത്രി. ഇതെന്താ ഈ ഗംഗോത്രി യമുനോത്രി? എന്തോ ഒരു സാമ്യം തോന്നുന്നില്ലേ? യെസ്, ഗംഗ റിവറും യമുന റിവറും ഒറിജിൻ ചെയ്യുന്ന രണ്ട് ഗ്ലേസിയേഴ്സ് ആണ് ഗംഗോത്രി ആൻഡ് യമുനോത്രി. ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയത്തിൻ്റെ പ്രദേശങ്ങളാണ് ഗംഗോത്രി യമുനോത്രി. അതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. അപ്പോൾ ഗംഗാ നദിയും യമുന നദിയും ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റിൽ നിന്നാണ്. അതിൻ്റെ ഗ്ലേസിയറൊക്കെ അവിടെയുണ്ട്. സോ ഗംഗോത്രി ആൻഡ് യമുനോത്രി, ദ ഗ്ലേസിയേഴ്സ് ഫ്രം വെയർ ഗംഗ ആൻഡ് യമുന ഒറിജിനേറ്റ് ആർ ഹിയർ. ഫ്രഷ് വാട്ടർ ലേക്സ് സച്ച് ആസ് നൈനിറ്റാൾ ആൻഡ് ഭീംടാൽ ആർ ഓൾസോ ഹിയർ. ഇവിടെയും ഉണ്ട് രണ്ട് ലേക്ക്. നമുക്കറിയാം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലേക്സ് കാണപ്പെടുന്നത് വളരെ അത് വളരെ നാച്ചുറലാണ്. കാരണം എന്താ? ഇറോഷനിലൂടെ മണ്ണൊക്കെ പോയി ഒരു ലേക്ക് രൂപപ്പെടാറുണ്ട് കേട്ടോ. അപ്പം ഇവിടെയും ലേക്കുണ്ട്. നമ്മൾ കശ്മീർ ഹിമാലയത്തിലും അതുപോലെ തന്നെ ഹിമാചൽ ഹിമാലയത്തിലും കണ്ടതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ലേക്സ് എവിടെയും കാണപ്പെടുന്നു? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലും ഉണ്ട്. അതിൻ്റെ പേര് നൈനിറ്റാൾ ആൻഡ് ഭീംതാൽ. ഇതൊക്കെയും വളരെ ഫേമസ് ആണ്, നമ്മുടെ ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പം വളരെ മനോഹരമായ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ മൗണ്ടൻ, ഹിമാലയ മൗണ്ടൻ്റെ ഏറ്റവും വെസ്റ്റ് ഭാഗത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വെസ്റ്റേൺ ഹിമാലയ 3 സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്നതാണ് വെസ്റ്റ് ഹിമാലയ. അത് എവിടം തൊട്ട് എവിടം വരെയാണ്? ഇൻഡസ് റിവർ തൊട്ട് കാളി റിവർ വരെയാണ് വെസ്റ്റ് ഹിമാലയ. അതിനകത്ത് വരുന്ന 3 ഡിവിഷൻസ് ഏതൊക്കെയാണ്? കശ്മീർ ഹിമാലയ, ദെൻ രണ്ടാമത്തെ എന്താണ്? ഹിമാചൽ ഹിമാലയ, ആൻഡ് തേർഡ് വൺ ഉത്തരാഖണ്ഡ് ഹിമാലയ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിക്കുകയാണ്. താങ്ക് യു ചിൽഡ്രൻ. നാളെ നമ്മൾ സെൻട്രൽ ഹിമാലയ ആൻഡ് ഈസ്റ്റേൺ ഹിമാലയ നമ്മൾ നാളെ പഠിക്കും. അതുവരെയും നിങ്ങളിത് പഠിക്കുക. പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എത്തുക. ഓക്കെ സ്റ്റുഡൻസ്, മേ ഗോഡ് ബ്ലെസ് യു ഓൾ.